ഞാൻ കുമളിയിൽ നിന്ന് രാജേഷാണ്. ഇതൊരു ചെടിയാണ്, ഇലച്ചെടിയാണ്. ഇവിടെ തമിഴ്നാട്ടിലൊരു വീട്ടിൽ ഈ ചെടിയുടെ അടിഭാഗത്തെല്ലാം ഈ ഫംഗസ് രോഗം ബാധിതയായിട്ടുണ്ട് ഈ ഏരിയയിൽ. പിന്നെ ഇവരുടെ മുളക് കൃഷിയുണ്ട്. അവർക്ക് ആ മുളക് കൃഷിയിൽ ഇതുപോലെ ഫംഗസ് ബാധയായ മുളക് മൊത്തവും അവർ പറിച്ചു മാറ്റി മണ്ണ് വീണ്ടും പുതിയ ഏതോ രാസവള പ്രക്രിയയാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനിവിടെ എത്തിയത്. അപ്പോൾ ഇതിന് നമ്മൾ MI പ്രൗഡ് ഇന്ന് കൊടുത്തിട്ടുണ്ട്. മൈസ്പ്രേ പ്ലസ് കൂടെ ചേർത്ത് MI പ്രൗഡ് ഇവരുടെ കയ്യിൽ വാങ്ങിയത് നേരത്തെ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്, പക്ഷെ അത് ഉപയോഗിച്ചിട്ടില്ല പേടിച്ച്. അപ്പോൾ ഇന്നത് ഉപയോഗിച്ചിട്ടുണ്ട്. നിലവിൽ ചെടിയുടെ തണ്ട് വരെ ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. ഇത് പകരുന്ന ഒരു തരം പൂപ്പലാണ്, ബാക്ടീരിയ ഇനത്തിൽ പെടുന്നതാണ്. ഫംഗൽ ഇൻഫെക്ഷനായിട്ട് വരും. അപ്പോൾ ഇത് മുളകുകളുടെയൊക്കെ അടിയിലും ഇലയുടെ അടിയിലും തണ്ടിലും ഒക്കെ ഇത് സർവ്വസാധാരണമായിട്ട് വരുന്നതാണ്. ഇതിപ്പോൾ ചെടിയിൽ ഇലച്ചെടിയിലൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ സാമ്പിൾ ഇന്ന് ടെസ്റ്റ് ഡോസ് ചെയ്തിട്ടുണ്ട്. മൈസ്പ്രേ പ്ലസും MI പ്രൗഡ് കൂടെ ചേർത്താണ് ചെയ്തിരുന്നത്. രണ്ടും ഈ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു, ഉപയോഗിക്കാൻ അറിയാതെ വെച്ചിരുന്നതാണ്. ഞാൻ തന്നെ ഇന്ന് ബാക്കി സാമ്പിൾ അടിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം 2 ദിവസത്തിന് ശേഷമുള്ള MI പ്രൗഡും MI സ്പ്രേ പ്ലസും ഉപയോഗിച്ച ആ ചെടിയുടെ അടിവശവും ഇലയുടെ അടിവശവുമാണ് നമ്മൾ ഈ കാണുന്നത്. കണ്ടോ, ഒരൊറ്റ ഫംഗൽ ഇൻഫെക്ഷൻ ഇല്ലാത്ത രീതിയിലും തണ്ടിനൊക്കെ കനവായി ഇലയ്ക്കൊക്കെ പച്ചപ്പ് നിറം കൂടി നല്ല കരുത്തോടു കൂടി വന്ന് കഴിഞ്ഞ 2-3 ദിവസം മഴയായതിനാലാണ് ഈ ചെടി കുറച്ച് ചാഞ്ഞു വന്നിട്ടുണ്ട്. തണ്ടിൻ്റെ കനവൊക്കെ മാറിയേക്കുന്നുണ്ട്. തണ്ടിൻ്റെയൊക്കെ നല്ല ദൃഢതയായിട്ടുണ്ട്. ഒരു ബലം കൂടിയിട്ടുണ്ട് ചെടിക്ക്, കരുത്ത് കൂടിയിട്ടുണ്ട്. ചെടിയുടെ കളറേ മാറി. അത്രയ്ക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യ ഗ്രോയുടെ MI പ്രൗഡും MI സ്പ്രേ പ്ലസിൻ്റെയും ഒരു ബെറ്റർ റിസൾട്ടാണ് ഒരു ചെടിയിൽ പരീക്ഷിച്ചാണ്. അപ്പോൾ ഇനി അവർ ഇവിടുത്തെ മുളക് കൃഷിയിൽ ഇത് ശ്രദ്ധിച്ച് ചെയ്തുകൊള്ളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇത് തമിഴ്നാട് ബോഡിക്ക് പോകുന്ന റൂട്ടിലുള്ള ഒരു സ്ഥലത്ത് നിന്നുള്ള വിഷ്വലാണ്. നിലവിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറാണ്. ഓക്കെ, താങ്ക് യു. കുമളിയിൽ നിന്ന് രാജേഷാണ് റിപ്പോർട്ട് ചെയ്യുന്നത്.